സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിച്ചു, ജിബ്രീലേ, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ വയസ്സ് എത്രയെന്ന് എനിക്കറിയില്ല. ചിലവരോട് ചോദിച്ച വയസ്സൊന്നും പറയില്ല, കാരണം അവർ അറിയാഞ്ഞിട്ടൊന്നുമില്ല, പ്രായം കൂടിയെന്ന് അറിയണ്ടെന്ന് എഴുതിയിട്ട് ചിലപ്പോൾ പറയില്ല. അപ്പം പ്രത്യേകിച്ച് ഉവൈസിയമാനിയോടൊക്കെ വയസ്സ് എത്ര ചോദിച്ചാൽ ഒരു ഉണ്ടല്ലേ ഇല്ല, ഒരു ചിരിയിൽ തള്ളും, കാരണം ഒരു പ്രായം കൂടിയെന്ന് പറയണ്ടെന്ന് എഴുതിയിട്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല നബിയേ, പക്ഷേ ഏകദേശം ഒരു രൂപം ഞാൻ പറയാം റസൂലേ. മൂന്നാം തിരശ്ശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. മൂന്നാം തിരശ്ശീല എന്താണെന്ന് ഞാൻ പറയണില്ല, ആകെ നമുക്ക് അരമണിക്കൂറുള്ളൂ. ആ നക്ഷത്രം ഇന്നുദിച്ചാൽ ഇന്ന് തന്നെ അസ്തമിക്കും നബിയേ. ഇനി പിന്നീട് ആ നക്ഷത്രം ഉദിക്കണമെങ്കിൽ 70,000 കൊല്ലം കഴിയണേ നബിയേ. ഇന്നുദിച്ച സൂര്യൻ നാളെ ഉദിക്കില്ലേ കൂട്ടുകാരെ? ഹബീബികൾ എന്നുദിച്ച സൂര്യൻ നാളെ വീണ്ടും ഇവിടെ ഉദിക്കില്ലേ? ആന്ന് പറയ്. പക്ഷെ ഈ നക്ഷത്രം നാളെ ഉദിക്കില്ല, 70,000 കൊല്ലം കഴിഞ്ഞിട്ട് ഉദിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു തവണ. മൂന്നാമത്തെ തവണ ഉദിക്കണമെങ്കിൽ വീണ്ടും 70,000 കൊല്ലം കഴിയണം. 1,40,000 കഴിഞ്ഞു. മൂന്നാമത്തെ തവണ നക്ഷത്രം ഉദിക്കണമെങ്കിൽ വീണ്ടും 70,000 കഴിയണം. എത്രയായി? അങ്ങനെ ആ നക്ഷത്രത്തെ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി. 1, 2, 3, 72,000 തവണ ഞാൻ എണ്ണി നബിയേ. അതാണ് എന്റെ പ്രായമെന്ന് ഹളറത്ത് ജിബ്രീൽ. മൊബൈൽ എടുത്തവരെ നിങ്ങൾ ഉത്തരം പറയൂ, ഞങ്ങൾക്കൊരു സമ്മാനം സ്പോൺസർ ചെയ്യാം. എത്ര വയസ്സായിട്ടോ ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം? ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടി ആവർത്തിക്കാം. മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കണക്കൂട്ടാ, മനക്കണക്ക് കൂട്ടാൻ കഴിയുന്നവർ അങ്ങനെയും കൂട്ടിയാൽ മതി. ആർക്കാണെങ്കിലും ഒരു സമ്മാനം ഇവിടുന്ന് നൽകുന്നതായിരിക്കും, സംഘാടകർ നൽകും. ഞാൻ പറയും, എത്ര വയസ്സായിട്ടുണ്ടാവും ജിബ്രീലിന്? നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് സമ്മാനം വാങ്ങിച്ചു തരേണ്ടി വരും. പറ്റുമോന്ന്? ഹബീബിങ്ങളെ, ആ ഉത്തരം കേട്ടപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 70,000 കൊല്ലത്തിന്റെ ഇടവേളയിൽ 72,000 തവണ നിങ്ങൾ കണ്ട കാർത്തിക നക്ഷത്രമില്ലേ, അത് ഞാനാണ് ജിബ്രീൽ മുഹമ്മദ് മുസ്തഫ.